പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. വീണ്ടും ഒരു ദിവസം കൂടെ ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൽ നമുക്ക് ഒന്നിച്ചു കൂടി വരുവാൻ കർത്താവ് തന്നിരിക്കുന്ന മഹാകൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിലുള്ള സ്നേഹവും വന്ദനവും ദൈവിക സമാധാനവും നിങ്ങളെ അറിയിക്കുകയാണ്. കർത്താവ് എത്ര അത്ഭുതകരമായി നമ്മുടെ ഓരോ ദിവസവും നടത്തുന്നു അല്ലേ. കഴിഞ്ഞ രാത്രി കണ്ട അനേകർ ഈ പ്രഭാതം കാണാതിരുന്നപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ തല ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നന്ദി എന്നൊരു വാക്ക് പറയുവാൻ ഒരു ദിവസം കൂടെ കർത്താവ് ദാനമായി തന്നു. ഈ ദിവസം കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ഒരു കാര്യം എനിക്കറിയാം, ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്കും വേണ്ട സകലതും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിനും കർത്താവിന്റെ വാക്കിനും ഒരിക്കലും ഒരു മാറ്റവും വരത്തില്ല. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ എന്റെ വചനമോ ഒരിക്കലും മാറത്തില്ല. പുല്ല് വാടിപ്പോകും, പൂ ഉതിർന്നു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനം അത് എന്നേക്കും നിലനിൽക്കുന്നു. ആ കർത്താവിനെ സ്നേഹിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആ കർത്താവിനോട് ചേർന്ന് നടക്കുന്നവർ നിശ്ചയമായി അവരുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കും. നിങ്ങൾ ഒരിക്കലും താഴ്ച പ്രാപിക്കത്തില്ല. ദൈവവചനത്തിലെ വാഗ്ദത്തം പോലെ നിങ്ങൾ വാലല്ല, നിങ്ങൾ തലയായി തീരും. പ്ലീസ് എന്നാ പ്രോമിസാണ് അല്ലേ. നിങ്ങൾ ചെയ്യുന്നൊക്കെയും സാധിക്കും. എത്ര വലിയ വാഗ്ദത്തമാണ്. നിങ്ങൾ കൈ തൊടുന്നത് ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്. ആർക്ക് ഈ ലോകത്തിൽ ആർക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം വിളിച്ചു പറയാൻ സാധിക്കും? നമ്മുടെ കർത്താവ് ആ അനുഗ്രഹങ്ങളെല്ലാം തന്നെ അനുസരിച്ച് തന്റെ കൂടെ നടക്കുന്ന ദൈവ മക്കൾക്ക് കർത്താവ് ദാനമായി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ദൈവവചന ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും പലരും സംസാരിക്കുന്ന ഒരു കാര്യം, എനിക്ക് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം, എനിക്ക് എങ്ങനെ ഉയർച്ച പ്രാപിക്കാം, ഹൗ ക്യാൻ ഐ പ്രോസ്പർ. നമ്മൾ ഈ ദിവസങ്ങളിൽ ദ വേസ് ടു പ്രോസ്പർ ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് നമ്മുടെ കുറിവാക്യം യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 3 യോഹന്നാൻ 3-ൽ നിന്നാണ്. 3 യോഹന്നാൻ 3-ൽ നിന്നാണ് യോഹന്നാന്റെ ലേഖനം 3-ാം ലേഖനം 3-ാം വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം. അതാണ് ദൈവ ഇഷ്ടം. അതാണ് കർത്താവിന് എന്നെക്കുറിച്ച് ഉള്ള പദ്ധതി. എല്ലാത്തിലും സുഖവും ശുഭവുമായിട്ടിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഹൗ ക്യാൻ ഐ, എങ്ങനെ എനിക്കത് സാധിക്കും, എങ്ങനെ എനിക്ക് അത് അവകാശം ആക്കാൻ സാധിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ദ ഫിയർ ഓഫ് ഗോഡ്, ദൈവത്തെ ഭയപ്പെട്ട്. ദൈവത്തെ ഭയപ്പെടുക എന്ന വാക്ക് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിച്ച് ഒന്ന് ദ ഫിയർ ഓഫ് ഗോഡ് ആണ്. 2 ട്രൂത്ത്ഫുൾനെസ് ആണ്. 3 നമ്മൾ ചിന്തിച്ചത് പ്രൈസ് ഒബീഡിയൻസ് അല്ല, നമ്മൾ 3 ചിന്തിച്ചത് പീസ് ഇൻ അവർ റിലേഷൻ, നമ്മുടെ ബന്ധങ്ങളിൽ ഉള്ള സമാധാനം. എന്നാൽ ഇന്ന് ഒരു കാര്യം വേറെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി ദൈവവചനം ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നിന്ന് വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മുടെ ചിന്ത കൊണ്ടുപോകേണ്ടത്, ഒന്ന്, മോശ മരിച്ചു. പ്രൈസ് നോക്കുക, അത്രയും നാള് ഈ 25 ലക്ഷം ഇസ്രയേൽ ജനത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി നിൽക്കുന്ന നിപ്പിൽ ആബ്സെന്റ് ആകുകയാണ്. ഈ നിൽക്കുന്ന നിപ്പിൽ ചില ചുമതലകളൊക്കെ ഏക്കണ്ട വന്ന് ആ ചുമതലകളൊക്കെ ചെയ്യേണ്ട ഒരാളുടെ മേലോട്ട് അത് മുഴുവനൂടെ വരുമ്പോൾ നോക്ക്, ആ വ്യക്തിക്ക് വരുന്ന ഹെവിനെസ്, ആ വ്യക്തിക്ക് വരുന്ന വേദന, ഏതൊക്കെ കാര്യങ്ങൾ അന്ന് വരെ കൂടെ നടന്നാൽ മതി. പ്രൈസ്, നമ്മുടെ മുമ്പിൽ ഒരു ലീഡർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. ആ ലീഡറിനോട് ചേർന്ന് നിന്നാൽ മതി. എന്നാൽ നിൽക്കുന്ന നിപ്പിൽ ആ ലീഡർഷിപ്പ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ നോക്ക്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ അങ്ങനെ ആ ലീഡർഷിപ്പ് ജോഷുവ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്ക്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പ്രൈസ്, നീ ചെയ്യുന്നൊക്കെ സാധിക്കും. നിന്റെ കാല് ചവിട്ടുന്നിടം ഞാൻ അവകാശമായി തരും. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അവിടെ കർത്താവ് ഓർപ്പിക്കുന്ന, ജോഷുവയെ പ്രത്യേകം തട്ടി ഉണർത്തി വിളിച്ചുണർത്തി ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 8-ാം വാക്യം വായിക്കുന്നു, ശ്രദ്ധിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്
ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന്, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്നുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്ന ഒക്കെയും പ്രമാണിച്ച് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. യു വിൽ ബി ഓൾവേസ് പ്രോസ്പർ ആൻഡ് വിൽ ബി ഓൾവേസ് സക്സസ്ഫുൾ എന്നാണ് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ. അന്നവർക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നു. ആ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല വാക്കും അതുപോലെ അനുസരിച്ച് നടന്നാൽ യു വിൽ ബി ഓൾവേസ് പ്രോസ്പർ ആൻഡ് സക്സസ്ഫുൾ. അപ്പം ഇതിന്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് തന്ന ഒരു വാക്ക് ഒബീഡിയൻസ് ആണ്, അനുസരിച്ച് നടന്നാൽ. അപ്പം ദ വേസ് ടു പ്രോസ്പറിന്റെ ഒരു കീ എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആണ്, അനുസരണം. പ്രൈസ് നോക്ക്, ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഈ പല കാര്യങ്ങളും എനിക്ക് അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറയുകയാണ്. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്, പരിശുദ്ധാത്മാവാം ദൈവം എന്നെ സഹായിക്കും. നോക്ക്, അവർക്ക് ന്യായപ്രമാണം അവർക്ക് അനുസരിക്കാൻ സാധിച്ചില്ല. എന്നാൽ മുഴുവൻ പ്രമാണങ്ങളും യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് അനുസരിക്കാൻ മേലാഞ്ഞത് മുഴുവൻ കർത്താവ് ക്രൂശിൽ അനുസരിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞത് സകലതും നിവർത്തിയായി. പ്രൈസ് നോക്ക്, എവറിത്തിങ് ഹാസ് ബീൻ അക്കംപ്ലിഷ്ഡ്. എല്ലാം എന്ത് ചെയ്തു? ഞാൻ നിവർത്തിച്ചു. അനുസരിക്കാൻ മേലാത്തത് നിവർത്തിച്ചു. ഇന്ന് എനിക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ആ കർത്താവിലോട്ട്, അനുസരിച്ചവനിലോട്ടൊന്ന് നോക്കിയാൽ മതി. ആ എന്തൊക്കെയാണോ എനിക്ക് അനുസരിക്കാൻ മേലാഞ്ഞത് അത് അനുസരിച്ച ഒരു കർത്താവുണ്ട്. അവനിലോട്ട് നോക്കുന്നവർ പ്രകാശിതരായി തീരും, ആരുടെയും മുഖം ലജ്ജിക്കത്തില്ല. ആ കർത്താവ് പറഞ്ഞ വാക്ക്, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ചാൽ മതി. ഇതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുകയാണ്. അവര് കൽപ്പനകളെ ചോദിക്കുമ്പോൾ പഴയ നിയമകാലത്ത് നമുക്കറിയാം 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒന്നിൽ വീണുപോയി കഴിഞ്ഞാൽ പ്രൈസ്ലോ നോക്ക്, ശാപം മുഴുവൻ അവരുടെ മേൽ വരികയാണ്. എന്നാൽ പ്രൈസ്ലോ ഒരു കൽപ്പന അനുസരിക്കാൻ നോക്കുമ്പോൾ മറ്റൊരു കൽപ്പനയിൽ അവര് തെറ്റിപ്പോകും. ഇവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. മനുഷ്യനനുസരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് സകലതും എനിക്കും നിങ്ങൾക്കും അനുസരിക്കാൻ മേലാഞ്ഞത് മുഴുവൻ അനുസരിച്ചു. ഇന്ന് ഒരേ ഒരു കൽപ്പനയാണ് നിലനിൽക്കുന്നത്, ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. ആ കർത്താവിനെ സ്നേഹിക്കുന്നവർ ഒരിക്കലും പാപം ചെയ്യത്തില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർ അവനിൽ നിന്ന് അകന്ന് ജീവിക്കത്തില്ല. ഈ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്ലീസ്, ആ കർത്താവിനെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം എന്ത് ചെയ്യും? അനുസരിക്കും. എന്റെ വചനം അവർ പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവർ ആ വചനത്തിൽ നടക്കും. എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കും, ഞാൻ പറഞ്ഞ വാക്ക് അനുസരിക്കും. അങ്ങനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഞാൻ അതിന്റെ ആവർത്തന പുസ്തകം അതിന്റെ 28-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, 1ഉം 2ഉം വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച്, ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല ജാതികൾക്കും മീതെ നിന്നെ ഉന്നതരാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം. അപ്പം ദൈവത്തിന്റെ ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, അനുഗ്രഹത്തിന്റെ കീ. അവിടെ അതിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹങ്ങളെ കുറിച്ച്, എന്തൊക്കെ അനുഗ്രഹങ്ങൾ സാധിക്കുമെന്ന് അതിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതിന്റെ 14 മുതൽ ഏതാണ്ട് 60 വാക്യങ്ങൾ, 60 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രൈസ്, അനുസരിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന, അത് നമുക്ക് ബാധകമല്ല. നമ്മൾ കർത്താവിന്റെ വാക്കും വചനവും അനുസരിച്ച് കർത്താവിനെ സ്നേഹിച്ച് നടക്കുന്ന ദൈവമക്കളാണ്. ഞാൻ എല്ലാ ദൈവമക്കളോടും പറയാം, കർത്താവിനെ സ്നേഹിച്ച് ലെറ്റ് us ബി ഒബീഡിയന്റ്. ആ കർത്താവിന് കീഴ്പ്പെട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു, ആ കർത്താവിന് കീഴ്പ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ ഒന്നിനും അവരുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. അനുഗ്രഹത്തിന്റെ കീ ഒബീഡിയൻസ് ആണ് കേട്ടോ. ഒന്ന് ലെറ്റ് us ബി ഒബീഡിയന്റ് ടു ഗോഡ്. ദൈവത്തിന് അനുസരണമുള്ളവരായി നടക്കണം. ദൈവത്തിന്റെ അനുസരണം ദൈവവചനത്തിന്റെ അനുസരണമാണ്. നിങ്ങളെ നടത്തുന്നവർക്ക്, നമുക്ക് ഈ ദൈവത്തിന് കീഴ്പ്പെടാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നടക്കുന്നവർക്ക് കീഴ്പ്പെടാൻ ദൈവവചനം ഓർപ്പിക്കുകയാണ്. പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടവരായ, നോക്ക്, അവരെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. അത് അവര് ഹൃദയം നുറുങ്ങിക്കൊണ്ട്, നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ
നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് ഒരു വേദന വരരുത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷത്തോടെ വേണം അവര് സ്തോത്രം ചെയ്യാൻ. ദൈവത്തെ അനുസരിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ മനുഷ്യരെ, നമ്മൾ നടത്തുന്നവരെ കർത്താവ് നമ്മുടെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവസഭ, നമ്മുടെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്ന പാസ്റ്റർ, അവർക്കൊക്കെ ഒന്ന് കീഴ്പ്പെട്ട് ഒന്ന് നടന്നേ. അവരുടെ വാക്ക്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മുകളിലാക്കി വെച്ചിരിക്കുന്നവർ അവർ കർത്താവിന്റെ പകരക്കാരായിട്ട് നിൽക്കുകയാണ്. അവരൊരു വാക്ക് പറയുമ്പോൾ നോക്ക്, അത് കർത്താവിന്റെ വാക്ക് പോലെ അങ്ങനെയൊന്ന് അത് ഏറ്റെടുത്ത് നോക്കിക്കേ. അത് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായ ചില വാക്കുകളൊക്കെ ചിലപ്പോൾ നമ്മളെ നടത്തുന്നവർ പറയുന്ന വാക്കുകളായിരിക്കാം. ചിലപ്പം നമുക്ക് തോന്നുമായിരിക്കും അത് ശരിയല്ല, അവർ പറയുന്ന കാര്യം ശരിയല്ല. ചിലപ്പോൾ പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കാം. പക്ഷേ അവരാ പറയുന്ന വാക്ക് അതുപോലെ അങ്ങ് എടുത്ത് അതിനെ എതിർത്ത് നിൽക്കാതെ, അതിനെ മറുതലിച്ച് നിൽക്കാതെ അതുപോലെ ഒന്ന് എടുത്തു നിന്നേ. നീ താന്നിരുന്ന് മുട്ടയിലിരുന്ന് എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. കർത്താവ് അത് തെറ്റായ ഒരു ഡിസിഷൻ ആണെങ്കിൽ കർത്താവ് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടാൻ തുടങ്ങും. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് മാറ്റാൻ മേലാത്ത ഒന്നുമില്ല, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ മേലാത്ത ഒന്നുമില്ല. ദ കീ ഈസ് ഒബീഡിയൻസ്. അനുഗ്രഹത്തിന്റെ അല്ലെങ്കിൽ നന്മയുടെ അല്ലെങ്കിൽ ഉയർച്ചയുടെ വേറൊരു കീ ഒബീഡിയൻസ്. Let us be obedient to the word of God. Let us be obedient to the people who make us walk. കർത്താവിൽ എന്നെ വഴി നടത്തുന്നവരെ ഒന്ന് അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ട് അവരുടെ വാക്ക് കേട്ട് അവരെ സ്നേഹിച്ച് ഒന്ന് നടന്നു നോക്കിക്കേ. You will see the heavens opening. You will see the floodgates of heaven opening for you. നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയമായ ചില വാതിലുകൾ തുറക്കുന്നത്, ഇന്ന് വരെ തുറന്നിട്ടില്ലാത്ത ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് കാണാം. ഒബീഡിയൻസ് ആണ് ഒരു കീ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതിന്റെ 15-ാമത്തെ വാക്യം, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയ്ക്കുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കാൻ ചെത്തി വെടിപ്പാക്കുന്നു. നോക്ക്, ചില പ്രൂണിങ്ങും ചില പെയിനിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടതായിട്ട് ജീവിതത്തിൽ വന്നെന്നിരിക്കാം. അതൊരിക്കലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവർ കടന്നു പോകുന്ന വേദന അവരെ ഒരു ഉയർച്ചയിൽ മാത്രമേ കൊണ്ടുവന്ന് എത്തിക്കത്തുള്ളൂ. അതൊരിക്കലും നമുക്ക് ഈ വൃക്ഷങ്ങൾ, ഫ്രൂട്ട് ട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? അതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കും. എന്തിനാ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത്? അതിനെ വെട്ടിക്കളയുന്ന ഉണങ്ങിപ്പോകാനല്ല അതിനെ വെട്ടുന്നത്. അതിനെ പ്രൂൺ ചെയ്യുന്നത് അധികം ഫലം കായ്ക്കാനാണ് പ്രൂൺ ചെയ്യുന്നത്. അതിനെ എന്ത് ചെയ്യും? നമ്മളെ വെട്ടി നിർത്തും, അധികം ഫലം കായ്ക്കാൻ. അപ്പൊ ദൈവമക്കളെ സംബന്ധിച്ച് വരുന്ന വേദനകൾ ഒരു പ്രൂണിംഗ് ആണെന്ന് ഓർത്തോണം. ഇത് അധികം ഫലം കായ്ക്കാൻ പോവുകയാണ്. ഇതിന്റെ അകത്തുനിന്ന് കർത്താവ് എന്തോ എക്സ്ട്രാക്ട് ചെയ്യാൻ, എന്റെ വേദന എപ്പോഴും നിശ്ചയമായിട്ടും അതിന്റെ അകത്തുനിന്ന് കർത്താവ് എന്തോ പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതൊരിക്കലും എന്നെ ഉണക്കിക്കളയാനല്ല, ഞാൻ തകർന്നു പോകാനല്ല, ഞാൻ താന്നു പോകാനല്ല. പലപ്പോഴും നമ്മളൊരു പെയിനിലൂടെ കടന്നു പോയോ, ഇതെന്താ എന്റെ ജീവിതത്തിൽ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമക്കൾ കടന്നു പോകുന്ന സകല വിഷയങ്ങൾക്കകത്തും ഗോഡ് ഈസ് എക്സ്ട്രാക്ടിങ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതിന്റെ അകത്തുനിന്ന് എന്തോ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും നോക്ക്, നമ്മുടെ മക്കൾ താന്നു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കൾ താന്നു പോകാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർ ഉയർച്ച പ്രാപിക്കണമെന്നാണ് കർത്താവ്. ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതുകൊണ്ട് എന്റെ ദൈവത്തിന് കുശുമ്പില്ല. ഗോഡ് ഈസ് നോട്ട് എൻവിയസ് അബൌട്ട് യു. നിങ്ങളെക്കുറിച്ച് കുശുമ്പുള്ള ആളല്ല എന്റെ കർത്താവ്. നിങ്ങൾ നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ഉയർച്ച പ്രാപിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 14 യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നോക്ക്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുന്നു. ആ സ്റ്റാൻഡേർഡിലാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വെച്ചിരിക്കുന്നത്. അല്പം താത്തല്ല. നിങ്ങൾ അത്രയും ഒന്നും ആ ഒരു നിലവാരത്തിലേക്ക് ഉയരണ്ട എന്നല്ല പറഞ്ഞത് കർത്താവ്. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഞാൻ നിങ്ങളെ അതേ നിലവാരത്തിൽ
കൂടെ ഇരുത്താൻ, അവന്റെ മടിയിൽ ഇരുത്താൻ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുക. ആ സ്റ്റാൻഡേർഡിൽ ഇരുത്താനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവമക്കളോട് പറയാം, ഉയർച്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന് ഇഷ്ടമാണ്. യു ഷുഡ് ബി പ്രോസ്പെറസ് ഓൾവേസ്. യോഹന്നാൻ പറഞ്ഞതുപോലെ, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും, പറഞ്ഞേ സകലത്തിലും, എല്ലാത്തിലും, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ സമ്പത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിങ്ങൾ പ്രോസ്പെറസ് ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. അതാ ദൈവത്തിന് ഇഷ്ടം. കർത്താവ് ഈ ഈ തകർച്ച അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത് അത് ദൈവത്തിന്റെ ഇഷ്ടമല്ല, ഹിതമല്ല. അനുഗ്രഹം അനുഭവിക്കുന്നത് തന്നെയാണ് കർത്താവിന്റെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളെ താക്കാൻ നോക്കുന്നെങ്കിൽ, യേശു പറഞ്ഞ ഒരു വാക്കല്ലേ, നോക്ക്, ദുഷ്ടൻ വരുന്നത് അവൻ അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നു, എന്നാൽ ഞാൻ വരുന്നത് ജീവൻ തരാനും സമൃദ്ധിയായി. ഒരു ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഇങ്ങനെ എഴുതി, ഞാൻ വരുന്നത് ജീവൻ തരാനും സമൃദ്ധിയായി ജീവൻ തരാനും വരുന്നു. ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ എഴുതി, ഐ കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഫുൾ. അതിന്റെ ഓപ്റ്റിമം എത്രയുണ്ടോ, അതിന്റെ നിറവിന്റെ വലിപ്പം എത്ര വലുതാണോ അത്രയും അധികം എന്റെ കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ്. സോ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഉയർച്ച എന്ന് പറയുന്നത് എന്റെ കർത്താവിന്റെ, ചിലരൊക്കെ ബ്രദറെ ഇനി ദൈവഹിതമല്ലായിരിക്കും, ദൈവഹിതമാണ്. എന്റെ ഉയർച്ച ദൈവഹിതമാണ്. എന്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നതും, നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടുന്നതും, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതും, നിങ്ങൾ സ്പിരിച്വലി അനുഗ്രഹിക്കപ്പെടുന്നതും, നിങ്ങൾ മോണിറ്ററി വൈസ് അനുഗ്രഹിക്കപ്പെടുന്നതും എല്ലാം ദൈവത്തിന് അത് ഇഷ്ടമാണ്. നോക്ക്, അതൊരു പിശാച് പറയുന്ന ഏറ്റവും വലിയ ദുണയാണ് ദൈവഹിതം അല്ലായിരിക്കുമെന്ന്. നോക്ക്, എന്റെ അറ്റൻഷൻ, എന്റെ ഫോക്കസ്, നോക്ക്, എന്റെ നന്മയിൽ നിന്ന് എന്റെ ഫോക്കസ് അവൻ തിരിച്ചുവിടാൻ നോക്കുക, എന്റെ പ്രാർത്ഥന തിരിച്ചുവിടാൻ നോക്കുക. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, ദൈവഹിതം അല്ലായിരിക്കും. അതുകൊണ്ടാണ് നിനക്കിത് കിട്ടാഞ്ഞ്. നീ അവരെ നോക്കി, അവർക്ക് ആ വീട് കിട്ടി, നിനക്ക് ആ വീട് കിട്ടിയില്ല. ചിലപ്പോൾ ദൈവഹിതം അല്ലായിരിക്കും നിനക്ക് വീട് ഇല്ല, ദൈവഹിതമാണ് വീട് കിട്ടുന്നത്. വീടുകൾ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വീടെന്നല്ല കർത്താവ് പറഞ്ഞത്. എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ ഈ ലോകത്ത് നിങ്ങൾ എന്തെങ്കിലും നൽകി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപദ്രവങ്ങളോടുകൂടെ വീടുകളോ, അങ്ങനെയാ പറഞ്ഞേ, പകരം വീടുകളോ കൃഷിയിടങ്ങളോ സഹോദരങ്ങളോ നോക്ക്, അത് ലഭിക്കാത്തത് ആരാ ഉള്ളതെന്നാണ് ദൈവവചനം ചോദിക്കുന്നത്. അപ്പം നിശ്ചയമായിട്ടും ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് കർത്താവിന്റെ ഹൃദയം. നോക്ക്, ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന ദൈവികമായ ഉയർച്ച, ലോകത്തിൽ കാണുന്ന ചില ഉയർച്ചകളല്ല, ദൈവികമായ. when God gives you, when God blesses you, there he will add no pain to it. അതിന്റെ കൂടെ ഒരു വേദനയും അതിന്റെ കൂടെ വരത്തില്ല. ഇവിടെ ദൈവവചനം നോക്കിക്കേ, പറയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളഞ്ഞ് കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച ദൈവവചന നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. എന്നിട്ട് കർത്താവോട് പറയുകയാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധിക്കത്തില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ, ഒന്ന് പറഞ്ഞേ, വളരെ, കുറച്ചല്ല, അവൻ വളരെ ഫലം കായ്ക്കും. കുറച്ച് ഫലം കായ്ക്കുക എന്നല്ല, അവിടെ ഇവിടെ ഓരോന്ന് കാണുവാന്നല്ല പറഞ്ഞ്, വല്ലപ്പോഴും ഒരിക്കൽ ഒരു നന്മ ഉണ്ടാകുമെന്നല്ല പറഞ്ഞ്, അവൻ വളരെ ഫലം കായ്ക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ കർത്താവിനോട് ചേർന്ന് നടന്ന്, യേശുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവ പൈതലിനും ഒന്നിനും ബുദ്ധിമുട്ട് വരത്തില്ല. പ്ലീസ്, യോഹന്നാന്റെ സുവിശേഷം 14 യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യു വിൽ ബി ഒബീഡിയന്റ് ടു മൈ വേർഡ്. നിങ്ങൾ എന്റെ വചനത്തെ നിങ്ങൾ അനുസരിച്ച്, നിങ്ങൾ എന്നെ, നമ്മൾ ഐ ലവ് യു ജീസസ്, കൈയൊക്കെ ഉയർത്തി ഐ ലവ് യു, ഭയങ്കര പാട്ട്, ഓക്കെ, ഐ ലവ് യു പാടാം. കോറസ് പാടുന്ന കൂട്ടത്തിൽ നമുക്ക് പാടാം. എല്ലാവരും പാടുന്ന കൂട്ടത്തിലാണോ ഞാൻ പാടുന്നത്? അതോ പ്രൈസ് കർത്താവ് ഞാൻ കാണാത്ത സമയത്തും, കർത്താവ് കാണാത്ത സമയത്തല്ല, ആരും എന്നെ കാണാത്ത സമയത്തും, ദൈവം സദാസമയം എന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും എന്നെ നോക്കാത്ത സമയത്തും, ഒരു മനുഷ്യനും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന സമയത്തും, am I obedient to him?
എന്റെ കർത്താവിന് ഞാൻ കീഴ്പ്പെട്ട് അവനെ അനുസരിച്ച് അവന്റെ വചനത്തിലാണോ ഞാൻ നടക്കുന്നത്, ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ആ കർത്താവിനെ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ വചനത്തെ പ്രമാണിക്കും, അവന്റെ വചനത്തെ അനുസരിക്കും. അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് കീഴ്പ്പെട്ട് നടക്കും. അങ്ങനെയാണെങ്കിൽ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രഹാമിനെ കുറിച്ച് അവിടെ പറയുകയാണ്. നോക്കുക, അവിടെ വിശ്വാസ വീരന്മാരുടെ വലിയ പട്ടികകൾ എഴുതുമ്പോൾ എബ്രഹാമിനെ കുറിച്ച് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ എബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് ഹി വാസ് ഒബീഡിയന്റ്. കാണിപ്പാനിരിക്കുന്ന ദേശം, അങ്ങനെ ഒരു ദേശമുണ്ടോ? നമ്മളോട് പറയാം, ഒന്ന് കോട്ടയത്തിന് പോകും, അല്ലെങ്കിൽ കൊച്ചിക്ക് പോകും, അല്ലെങ്കിൽ ലണ്ടന് പോകും, അല്ലെങ്കിൽ ന്യൂയോർക്കിന് പോകും എന്ന് പറഞ്ഞ്, ഇതങ്ങനെയല്ല. നീ ഇറങ്ങിത്തിരിക്കുക, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്ത്. അതെന്നാന്ന് ഇതുവരെ കണ്ടിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ he believed in God. He was faithful and obedient to the word. തന്റെ വചനത്തിന് കീഴ്പ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. അനുസരിച്ചു. ഹി വാസ് ഒബീഡിയന്റ്. ആ കർത്താവ് പറഞ്ഞ വാക്ക് അനുസരിച്ചു. ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിക്കുമെന്ന ആ വാക്ക് അനുസരിച്ചു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുമെന്ന് പറഞ്ഞപ്പം ഒന്നും നോക്കിയില്ല, ഞാൻ ഇറങ്ങി അങ്ങ് പുറപ്പെട്ടു. പ്രൈസ്. ബ്ലൈൻഡ് ഷോട്ടായിരുന്നു. പക്ഷെ കർത്താവിന്റെ വാക്കിന് ബ്ലൈൻഡ് ഷോട്ട് എടുത്താൽ ഈ ലോകം പറയും, മാർക്കറ്റ് കണ്ടീഷനൊക്കെ അങ്ങനെ. ഇപ്പൊ മിഡിൽ ഈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ആ മിഡിൽ ഈസ്റ്റിൽ വലിയ പീസ് ഉണ്ടാകട്ടെ. ഇന്നല്ലേ ടോക്കല്ലേ? യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റ് ഇന്ന് ചേർച്ചകൾ നടക്കുമ്പം യേശുവിന്റെ നാമത്തിൽ അവിടെ സമാധാനം ഉണ്ടാകട്ടെ. ഇരുപക്ഷവും യേശുവിന്റെ നാമത്തിൽ അവർ സമാധാനം ഉണ്ടാകട്ടെ, ധാരണയിലാകട്ടെ, യുദ്ധം അവസാനിക്കട്ടെ. അനേകർ വിഷമിക്കുകയാണ്, അനേകർ ഭാരപ്പെടുന്നു, അനേകർ നിലവിളിച്ച് വിളിക്കുന്നു, അനേകരുടെ ജോലി നഷ്ടപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദർ ബി പീസ് ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ധാരണകൾ, അവിടെ സമാധാനത്തിന്റെ ധാരണകൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു മൈ ഫാദർ. കർത്താവ് അത്ഭുതം ചെയ്യും. ഇന്നത്തെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീടുകളിലും നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. സമാധാനം ഉണ്ടാകണം. അനേകർ കഷ്ടപ്പെടുകയാണ്, അനേകർ ബുദ്ധിമുട്ടിലൂടെ പോവുകയാണ്. അവിടെ സമാധാനം ഉണ്ടായേ പറ്റത്തുള്ളൂ. നോക്ക്, എബ്രഹാം ഒന്നും നോക്കാതെ ഹി വാസ് ഒബീഡിയന്റ്. താൻ അതനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടു. തന്റെ ജീവിതത്തിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടു. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം പറയുകയാണ്, എങ്കിലും നിങ്ങൾ വചനം നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുന്നതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്ന ഈ വചനത്തിന്റെ കേൾവിക്കാർ മാത്രമാകരുതെന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. നോക്ക, നല്ല പ്രസംഗമായിരുന്നു, കൈയൊക്കെ അടിച്ച് എന്നെ പോയിന്റ് ആയിരുന്നു, എത്ര പോയിന്റാ പറഞ്ഞേ, ഭയങ്കര പ്രസംഗമായിരുന്നു. വലിയ ആ പ്രസംഗം കേട്ടപ്പോൾ ഉള്ള ഒരു സന്തോഷമല്ല. നിങ്ങൾ കേവലം വചനത്തിന്റെ കേൾവിക്കാർ. വി കൻ ബി ദ ഹിയറേഴ്സ് ഓഫ് ദ വേർഡ്. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുകയാണ്, ബി ദ ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. വചനം ചെയ്യുന്നവരായി, വചനം പ്രമാണി. ഇന്ന് വചനം കേട്ടു, ഇന്ന് അനുഗ്രഹിക്കപ്പെടാൻ ഐ ഹാവ് ടു ബി ഒബീഡിയന്റ് എന്ന് കേട്ടു. ആ ഒബീഡിയൻസ് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമോ? ഞാൻ അതെന്റെ പ്രാവർത്തിക തലത്തിലോട്ട് ഞാൻ കൊണ്ടുവരുമോ? അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഈ വചനം ആയവൻ ജീവനോടെ ഇരിക്കുകയാണ്. വചനമാണ് ഭൂമിയുടെ പരപ്പിൽ ഇറങ്ങി വന്നത്. നോക്ക്, വചനം, യോഹന്നാൻ പറയുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനമാണ് നടന്നത്. ആ വചനം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ആ വചനം ഒറിജിനൽ, ഞാൻ പലപ്പോഴും പറയും ഒറിജിനൽ, ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതൊരു ഫോട്ടോസ്റ്റാറ്റ് ആണ്, ഇത് പ്രിന്റ് ഔട്ട് ആണ്, ഇത് കടലാസിലും മഷിയിലും എഴുതിയിരിക്കുന്നതാണ്. എന്നാൽ ഇതിന് ഒറിജിനൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കുന്നതെന്നറിയാവോ? നിങ്ങൾ ഭൂമിയിൽ അനുവദിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അനുവദിക്കും. എന്തിനു വേണ്ടിയായിരിക്കുന്നതെന്നറിയാവോ? നിങ്ങൾക്ക് വേണ്ടി സദാ, എനിക്കും നിങ്ങൾക്കും വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ട്. പ്ലീസ് നോക്ക്, ഈ നമ്മൾ ദൈവസന്നിധിയിൽ നോക്ക്, പിശാച് ദൈവമക്കളെ കുറ്റം
കുറ്റം വിധിക്കുക അവന്റെ പരിപാടി. റെജിക്ക് ഇന്ന കുറവുണ്ട്, റെജിക്ക് ഇന്ന കുറവുണ്ട്, റെജിക്ക് ഇന്ന കുറവുണ്ട് എന്ന് പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യുകയാണ്? സദാസമയം കുറ്റം വിധിക്കുന്നവനാണെന്നാണ് എഴുതി. കുറ്റം വിധിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുത്രനായ യേശു അവിടെ ഇരുന്നുകൊണ്ട് പറയും, നോ, അവൻ എന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവനാണ്. നോക്ക്, അവൻ എന്റെ രക്തത്തിന്റെ കീഴിൽ മറച്ചവനാണ്. ഹീസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. അവന്റെ കുറ്റമൊന്നും അകൃത്യമൊന്നും നോക്കരുത്. അങ്ങനെ പറഞ്ഞ് അതിനെ തള്ളിക്കളയാം. ദാറ്റ് ഈസ് വാട്ട് ജീസസ് ഈസ് ഡൂയിങ്. പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി സദാസമയം ഹി ഈസ് ഇന്റർസീഡിങ് ഫോർ മീ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി സദാസമയം ജാഗരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നോക്ക്, വചനം പറയുകയാണ്, അവൻ ഉറങ്ങത്തുമില്ല, അവൻ ഉറക്കം തൂങ്ങത്തുമില്ല. അവന്റെ ദൃഷ്ടി അവന്റെ ഭക്തന്മാരുടെ മേലിരിക്കുകയാണ്, അവന്റെ മക്കളുടെ മേൽ അവന്റെ ദൃഷ്ടി ഇരിക്കുകയാണ്. എന്റെ പ്രിയ സഹോദര, എന്റെ പ്രിയ സഹോദരി, നിങ്ങളെ ഒരിക്കലും കർത്താവ് തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അപ്പം ഇവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യം, let us not be the hearers of the word but the doers of the word. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരായി. ഇതിന്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ചില കാര്യമൊക്കെ ചെയ്യാൻ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ എല്ലാം ഒക്കെ അങ്ങ് അനുസരിക്കാൻ പറ്റുമോ? എല്ലാം അനുസരിക്കാൻ പറ്റും. എന്നെ കൊണ്ട് സാധിക്കത്തില്ല, പക്ഷെ എന്നെ ശക്തനാക്കുന്നവനുണ്ട്, എന്നെ ബലപ്പെടുത്തുന്നവനുണ്ട്, എന്നെ അതിനായിട്ട് എന്നെ അതിന്റെ പേരാ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് കേവലം ഈ വിറയ്ക്കുന്നതല്ല, നിലത്ത് വീഴുന്നതല്ല. നോക്ക്, ഈ ഹോളി സ്പിരിറ്റ് കേവലം ഒരു അനുഭവമല്ല, എന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, എന്റെ സഹായകനാണ്. ഹി ഹെൽപ്സ് മീ ഔട്ട്. എന്റെ ബലഹീനതകളിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ആളാണ് ഹോളി സ്പിരിറ്റ്. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എനിക്ക് ബോധം തരുന്ന ഒരാളാണ്. എന്റെ ബോധം പോകുമ്പം എനിക്ക് ബോധം തരും. ചില കാര്യങ്ങളിലൊക്കെ ഞാനൊന്ന് വളഞ്ഞു പോകാൻ നോക്കുമ്പം നോക്ക്, അവൻ എന്റെ വളഞ്ഞ വഴികളെ അവൻ നേരെയാക്കാൻ തുടങ്ങും. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ റെലവൻസ്, പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടെ നിൽക്കും. എന്നെ കൊണ്ട് പറ്റും, എനിക്ക് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. കൃപയാൽ എല്ലാം ചെയ്യാൻ പറ്റും. കർത്താവ് ഹി ഗിവ്സ് യു മോർ ഗ്രേസ് ഹു ആസ്ക് ഫോർ ഇറ്റ്. അതിനായിട്ട് ചോദിക്കുന്നവർക്ക് കർത്താവ് എനിക്ക് കൃപ തരും. ഞാൻ കുറച്ച് വീക്കാ, ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല, ഞാൻ ഇച്ചിരി വീക്കാ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് വിട്ടുകളയാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പറയുന്നവർക്ക് ഹി വിൽ ഗിവ് ദം ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപമേൽ കൃപ. അതാ കർത്താവ് തരുന്നത്. സോ എല്ലാ ദൈവമക്കളോടും പറയാം, ലെറ്റ് us ബി ഒബീഡിയന്റ്. മനഃപൂർവ്വം നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ചിലതിന്റെ അകത്തോട്ട് നമ്മളങ്ങ് പെട്ടുപോകുന്ന പോലെ അനുഭവം ഉണ്ടാവും, ചിലത് നമ്മൾ മനഃപൂർവ്വം. നോക്ക്, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ലെറ്റ് us ബി ഒബീഡിയന്റ്. ആ വചനം ഒന്ന് കേട്ട് അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, മോനെ നോ എന്ന് പറയുമ്പം ആ നോ ആയിരിക്കണം എന്റെ ഭാഗത്ത്. അതൊന്നും സാരയില്ല, ലൈറ്റായിട്ട് എടുക്കരുത്. അനുഗ്രഹിക്കപ്പെടാനുള്ള വഴിയല്ല പറയും. ഉയർച്ച പ്രാപിക്കുക എല്ലാത്തിലും, എല്ലാ കാര്യത്തിലും. ചില കാര്യങ്ങളിൽ മാത്രം അല്ല അനുഗ്രഹം, എല്ലാത്തിലും അനുഗ്രഹമുണ്ട്. സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് അനുഭവിക്കണ്ടേ, അല്ലേ? മത്തായി സുവിശേഷം അതിന്റെ 6-ാം അധ്യായം പറയുകയാണ്. മുമ്പേ നമുക്കറിയാം, 6-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്നാ ചെയ്യണ്ടേ? മുമ്പേ എന്റെ രാജ്യവും എന്റെ നീതിയും അന്വേഷിപ്പീൻ, ബാക്കി സകലതും അതോടുകൂടെ ചേർക്കപ്പെടും. ഇവിടെ എഴുതിയിരിക്കാം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും എന്ന് പറയുന്ന മേളി പറഞ്ഞിട്ടുണ്ട്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെ കുറിച്ച് വിചാരപ്പെടും. ഇതൊക്കെയും ആരെ അന്വേഷിച്ചാൽ മതി? സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് റൈച്ചസ്നെസ്. അതൊന്ന് ആഗ്രഹിച്ചാൽ ഇതെല്ലാം എന്ത് ചെയ്യും? ചേർന്ന് വരും. അത് നിങ്ങൾ അതിന്റെ അടുത്ത 34-ാമത്തെ വാക്യം ശ്രദ്ധിക്കണ്ടേ. മുമ്പേ എന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ ദൈവവചനം വായിക്കുമ്പോൾ ചില ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്നവരാണെങ്കിൽ, അതുകൊണ്ട് നാളേക്കാൾ ഞാൻ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഒന്നിനെക്കുറിച്ച് അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്.
ഞാൻ അത് അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് എന്റെ ഐ വിൽ നോട്ട് വെറി അബൌട്ട് എനിത്തിങ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, അതെങ്ങനെ നടക്കും, അത് ആരെന്നെ സഹായിക്കും, അത് എവിടുന്ന് വരും, അതിനെക്കുറിച്ച് ഒന്നും ഞാൻ ഭാരപ്പെടത്തില്ല. ബിക്കോസ് ഐ സീക്ക് ഹിസ് കിങ്ഡം, ഐ സീക്ക് ഹിസ് റൈറ്റ്യസ്നസ്. കീ ആകട്ടോ, ദാറ്റ്സ് എ കീ. അതുകൊണ്ട് വിചാരപ്പെടരുത്. ഞാനത് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ പറയല്ലേ, ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. അതെന്റെ കയ്യിലുണ്ട്, അതെനിക്ക് തന്നിട്ടാ പോയെ. ആ അധികാരവുമായിട്ടല്ല സ്വർഗത്തിലോട്ട് കയറിപ്പോയി. അധികാരം വിശ്വസിക്കുന്ന എല്ലാവരുടെയും കയ്യിലോട്ട് കൊടുക്കും. യു ആർ ആൻ ഓവർകമർ. ഐ ക്യാൻ ഓവർകം എനിത്തിങ്. ചിലർ പറയുന്നു എനിക്ക് അങ്ങനെ അങ്ങോട്ട് സാധിക്കുന്നില്ല. സാധിക്കും. ഹെൽപ്പർ ഉണ്ട് കൂടെ. മത്തായി അതിന്റെ 7-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ, മത്തായി സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യം പറയാം. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം, കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ട് പറയുകയാണ്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരെല്ലാം പാറമേൽ അടിസ്ഥാനപ്പെട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. വേണേ പാറ പണിയാം, വേണേ മണലിന്മേൽ പണിയാം. മണലിന്മേൽ പണിയുമ്പോൾ പണി ഇച്ചിരി എളുപ്പമാണ്. നേരെ മുകളിലോട്ടൊരു കല്ലടിക്കി അങ്ങ് കെട്ടി അങ്ങ് പോയാൽ മതി. ഫൗണ്ടേഷൻ ഒന്നും വേണ്ട. ഫൗണ്ടേഷൻ ഇച്ചിരി ഹാർഡാണ്, താഴോട്ട് കുഴിക്കേണ്ട വരും. നോക്ക്, ഒരു പാറയിൽ കൊണ്ടുവന്ന് അടിസ്ഥാനം വെക്കേണ്ടതായിട്ട് വരും, പിന്നെ മുകളിലോട്ട് പണിയേണ്ടതായിട്ട് വരും. മണൽമേ പണിത് നോക്കുമ്പോൾ എന്നാ സ്പീഡായി പണി, ഭയങ്കര പണിയാണ് നടക്കുന്നത്. ഭയങ്കര എടുത്ത് നിൽക്കുകയാണ്, ഭയങ്കര സ്പീഡിലാണ് പണി നടക്കുന്നത്. മറ്റേത് നിങ്ങൾ ഒരുപോലെയല്ലേ 2 വീടും തുടങ്ങി, എന്നിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. ഇത് താഴോട്ടാ പണി, അടിസ്ഥാനം പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് നിങ്ങൾ പണിയപ്പെടുന്നു എങ്കിൽ വൻമഴ വരുമായിരിക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, കാറ്റടിച്ചേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം, പക്ഷെ ഒന്നും നിങ്ങളെ തോട്ടത്തില്ല. എന്നെ കേൾക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം, എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോട് പറയാം, ലെറ്റ് us be obedient. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണം, ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലെറ്റ് us be obedient to the word of God. കർത്താവിന്റെ വചനം ഒബീഡിയൻസ് ആണ്, ആ അനുസരണം. നോക്കേ, ആ ജോഷുവയോട് നമ്മൾ പ്രാരംഭ വാക്യത്തിൽ വായിച്ച പോലെ, ജോഷുവയോട് പറഞ്ഞതുപോലെ, നീ എന്റെ വചനം നീ പ്രമാണിച്ച് നടന്നാൽ രാവും പകലും അതിനെ ധ്യാനിച്ചു കൊള്ളണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ ചെയ്യുന്ന എന്നാണേലും അത് സാധിക്കും. യു വിൽ ബി പ്രോസ്പെറസ് എന്ന് എഴുതിയിരിക്കുന്നു. യു വിൽ ബി പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ. നിങ്ങൾ ജയാളിയാണ്. കർത്താവിന് കീഴ്പ്പെട്ട പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ മതി, കർത്താവ് എന്നെ സഹായിക്കണം. ഐ വാണ്ട് ടു ഒബേ യുവർ. ദൈവത്തെ മാത്രമല്ല, ഓർപ്പിക്കുക, വീണ്ടും ഞാൻ ഓർപ്പിക്കുക, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ട്, അധികാരികൾക്ക് കീഴ്പ്പെട്ട്. സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. അധികാരങ്ങളെല്ലാം ദൈവം അയക്കാതെ ഒരു അധികാരവും വരുന്നില്ല. നിങ്ങൾ മുകളിൽ ഒരാളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിലായിക്കോട്ടെ, ഒരു മാനേജർ നിങ്ങളുടെ എംപ്ലോയർ ആയിരിക്കാം, ആ എംപ്ലോയറെ ഒന്ന് അനുസരിച്ച്, നിങ്ങളുടെ മുകളിലാക്കി വെച്ചിരിക്കുന്ന ആരാണോ അവരെ അനുസരിച്ച്. ചിലപ്പോൾ അവർ തെറ്റാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതിനല്ലേ 2 മുട്ട് നമുക്ക് തന്നിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടൊന്ന് മടക്കിക്കുക. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണോ? ചില കാര്യമൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലേ? നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ഓഫീസിൽ ചില ആൾക്കാർ നിങ്ങളെ കേൾക്കുന്നില്ലേ? അവർ നിങ്ങളെ തള്ളുന്ന പോലെ മുട്ടുമടക്കി നമ്മൾ അവരുമായിട്ട് നമ്മൾ റെസൽ ചെയ്യാതെ, അവരുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യാതെ, ഫൈറ്റ് ചെയ്യാൻ പോകാതെ, നിങ്ങളുടെ ഫൈറ്റ് നിങ്ങളുടെ പ്രെയർ റൂം ആയിരിക്കും. നിങ്ങളുടെ പ്രെയർ റൂം ഒരു വാർ റൂമായിട്ട് മാറും. ഞാൻ ഇടയ്ക്ക് പറയുന്ന, യുവർ പ്രെയർ റൂം ഷുഡ് ബിക്കം എ വാർ റൂം. അതൊരു യുദ്ധ മുറിയായിട്ട് മാറണം. അവിടെ യുദ്ധം ചെയ്ത് നോക്ക്, സാന്നിധ്യം ഇറങ്ങും. ആര് നിങ്ങൾക്ക് എതിര് നിന്നോ അവർ നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറാൻ തുടങ്ങും. ആര് നിങ്ങളെ വേദനിപ്പിച്ചോ, ദാറ്റ് പേഴ്സൺ വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പിശാചിന്റെ ഒരു തന്ത്രമുണ്ട് കേട്ടോ. ഇതൊരു കീയാണ് കേട്ടോ. പിശാചിന്റെ ചില തന്ത്രങ്ങളുണ്ട്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. നിങ്ങളുമായിട്ട് ആരേറ്റവും കൂടുതൽ ഫ്രിക്ഷൻ വരുന്നുണ്ടോ? നോക്കുക, ചിലർ പറയും ഓഫീസിൽ എനിക്ക് ഇന്നവര് ഏറ്റവും കൂടുതൽ നിങ്ങളുമായിട്ട് ആ ഫ്രിക്ഷൻ കൂട്ടുന്നവരുണ്ടല്ലോ, അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതുകൊണ്ട് തന്നെയാണ് ആ ഫ്രിക്ഷൻ.
അതുകൊണ്ട് തന്നെ പിശാച് എന്ത് ചെയ്യുക? ആ ഫ്രിക്ഷൻ കൊണ്ടുവരുന്ന നിങ്ങൾ തമ്മിൽ ഈ ഭിന്നത കൊണ്ടുവന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ അവൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. തന്ത്രമാണ്. അവൻ അങ്ങനെയാ ചതിക്കുന്നത്. അവൻ ചതിയനാണ്. അവൻ പണ്ടേ ചതിയനാണ്. അവൻ രണ്ട് വ്യക്തികൾ തമ്മിൽ, അത് സഭയിലും അങ്ങനെ തന്നെയാണ്. ചർച്ചയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവർ ഇവർ നിങ്ങളുടെ ചെല്ലിങ്ങനെ പറയുന്നുണ്ടോ, അവരെന്നെ അങ്ങ് താക്കുക. എന്റെ പൊന്നെ, ഒരാളെ താക്കാനോ ഒരാളെ ഉയർത്താനോ നമുക്ക് ആർക്കും സാധിക്കത്തില്ല. പക്ഷെ ദൈവം ഒരാളെ ഉയർത്തണമെന്ന് വിചാരിച്ചാൽ ഏത് മനുഷ്യരെ അവർക്ക് താക്കാൻ പറ്റുന്നത്? അവർക്കൊരു മനുഷ്യന് പോലും താക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാ പിശാചിന്റെ ഏറ്റവും വലിയ നുണ. അവരെന്നെ താക്കാൻ നോക്കുകയാണ്, അവരെന്നെ തകർക്കാൻ നോക്കുകയാണ്. അവന്റെ നുണകളിൽ എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓഫീസിലൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഏറ്റവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം വരേണ്ടത്. നിങ്ങളുടെ സുപ്പീരിയർ ആയിരിക്കും, നിങ്ങളുടെ മാനേജർ ആയിരിക്കും, നിങ്ങളുടെ ബോസ് ആയിരിക്കും. അവരിൽ നിന്ന് ഏറ്റവും അനുഗ്രഹം നിങ്ങൾക്ക് വരേണ്ടത്. എന്നിട്ട് അവിടെ ഡിവിഷൻ കൊണ്ടുവരിക. നോക്ക്, അത് കട്ട് ചെയ്താലല്ലേ നിങ്ങളുടെ നന്മ കട്ട് ചെയ്യാൻ പറ്റുന്നു. സോ ഇന്ന് മുതൽ ഇതിന് പരിഹാരം എന്നാണെന്നറിയോ? നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ്, നിങ്ങളുടെ വാർ റൂമാണ്. നിങ്ങളുടെ വാർ റൂമിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരെങ്കിലും ചെയ്യും. ഇത് എന്നെ എൻ്റെ വിശ്വാസ ജീവിതം പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. നിങ്ങൾ ഇതിനകത്ത് ഏത് കാര്യം എന്നോട് ചോദിച്ചു, പേഴ്സണലായിട്ട് ചോദിച്ചു, ഞാൻ പറയാം. ഞാൻ ഇതിലൂടെയൊക്കെ കടന്നുപോയി, പലതിലും കടന്നുപോയി. ഇന്നും കടന്നു പോകുന്നുണ്ട് ചിലത്. ഇന്നും കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും താഴ്ന്നില്ല. ദൈവവചനം പറയുക, എല്ലാറ്റിലും പ്രാർത്ഥനയാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളും കൂടെ പ്രാർത്ഥിച്ചിട്ട് ചെയ്തു. അത് കർത്താവിന്റെ കയ്യിലോട്ട്. കർത്താവ് എനിക്ക് കൃപ തരണം. ഞാൻ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കർത്താവ് കൃപ തരണം. മേക്ക് മീ ഡു ഇറ്റ്. ഞാൻ ചെയ്യുകയല്ല. ലോർഡ് മേക്ക് മീ ഡു ഇറ്റ്. നീ എന്നെ സഹായിക്കണം അതൊന്ന് ചെയ്യാൻ. ആ സഹായം ഒന്ന് ചോദിച്ചു നോക്കി. ഞാൻ പ്രാർത്ഥിക്കുന്നു. ലെറ്റ് us pray. ഇന്ന് കേട്ട ആ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. എവിടെയെങ്കിലും ഒക്കെ എനിക്ക് നിഗളം കയറി പോയിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെ എങ്കിലും ഞാൻ ഒബീഡിയന്റ് ആകാതിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് ഒരു സോറി പറഞ്ഞേ. കർത്താവെ, ഐ എം റിയലി സോറി. ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഞാൻ ചെയ്യരുതായിരുന്നു, അങ്ങനെ ചിന്തിക്കരുതായിരുന്നു. കർത്താവെ, വാക്കിലോ വിചാരത്തിലോ പ്രവൃത്തിയിലോ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, നിന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിലോട്ട് ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടുംചുവപ്പായ സകല പാപങ്ങളെയും അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ച്, എവിടെയെങ്കിലും അനുസരണക്കേടിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ പുറന്തള്ളുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിനെ തള്ളിക്കളയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വീടുകളും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ കുടുംബജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. എന്തെങ്കിലും വെല്ലുവിളികളിലൂടെ ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ കടന്നു പോകുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ ആ വിഷയം ഇപ്പോൾ തന്നെ അത്ഭുതമായി മാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, വേദനകൾ മാറിപ്പോകട്ടെ. കർത്താവിന്റെ കാര്യം ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. ലെറ്റ് ദെയർ ബി ഡിവൈൻ ഹീലിംഗ് അപ്പോൺ ബോഡീസ്. യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ ഞാൻ കൽപ്പിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. ഫിനാൻഷ്യൽ ഏറിയായി വലിയ ഹീലിംഗ് ഉണ്ടാകട്ടെ. സാമ്പത്തിക രംഗം അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ വാതിലുകൾ സ്വർഗം തുറക്കണമേ. അത്ഭുതകരമായ വഴികൾ തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ മോഹൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. ഒരു ജോലിയുടെ കാര്യത്തിൽ വളരെ ഭാരത്തോടെ ഇരിക്കുകയാണ്. എന്റെ കർത്താവിന്റെ കാര്യം ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി തീരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. സുമ എന്ന് പറഞ്ഞൊരു സഹോദരി ദൈവാത്മാവ് എന്നെ കാണിക്കുകയാണ്. വളരെ വേദനപ്പെട്ട് ചില വിഷയങ്ങളിലൂടെ ആ മകൾ കടന്നു പോവുകയാണ്. സുമ എന്ന് പറഞ്ഞൊരു സഹോദരി, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവിന്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. വലിയ ചില ഫേവറുകൾ സുമ, നിനക്ക് വേണ്ടി ചില ഫേവറുകൾ വരുന്നത്, ചില മനുഷ്യർ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് ദൈവാത്മാവിൽ ഞാൻ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വെല്ലുവിളി എന്താണേലും അത് മാറിപ്പോകട്ടെ. ഫേവർ വരട്ടെ യേശുവിന്റെ നാമത്തിൽ.
താങ്ക് യു മൈ ഫാദർ. കർത്താവെ അനുഗ്രഹിക്കുന്നു. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ യേശുവിൻ നാമത്തിൽ ബ്ലസ്ഡ് ആകട്ടെ. ക്രിസ്തുവിൽ എല്ലാ നിറവും എന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അഭിഷേകത്താലും ശക്തിയാലും കർത്താവ് നിറയ്ക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സോ കർത്താവ് നിങ്ങളെല്ലാരെയും ധാരാളം ധാരാളം അനുഗ്രഹിക്കപ്പെടട്ടെ. And the fourth key is obedience. അനുസരിച്ചാൽ മതി. ഒന്ന് ഫിയർ ഓഫ് ഗോഡ് ആയിരുന്നു, 2 ട്രൂത്ത്ഫുൾനെസ് ആയിരുന്നു, 3 പീസ് ഇൻ അവർ റിലേഷൻ ആയിരുന്നു, 4 ഒബീഡിയൻസ്. നമ്മൾ ഇത് തുടരും. ഈ സബ്ജക്ട് വി വിൽ കണ്ടിന്യൂ ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, പ്രാർത്ഥിച്ചേ. പ്രൈസ്. എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ചില സ്ഥലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പം that becomes the biggest blessing. That becomes the breakthrough. നമ്മുടെ ചിലരൊക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ചെയ്തു, ഞാൻ കൂട്ടായ്മയിൽ പോയി, എന്നിട്ട് നടക്കുന്നില്ല. എന്റെ വിഷയം മാത്രം വിടുതൽ കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ഐഡന്റിഫൈഡ്? എവിടെയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ എവിടെയാണ് തടസ്സം കിടക്കുന്നത്? അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കേ. ഈ ഹോളി സ്പിരിറ്റ് അത് റിവീൽ ചെയ്ത് തരും. നമ്മൾ ഈ ദൈവവചനം ഒക്കെ കേൾക്കുമ്പം അത് ഹൃദയത്തിൽ ആഴത്തിൽ നമ്മളോട് ഇടപെടും. ഇത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ഞാനിന്ന് സംസാരിക്കുന്ന ദൈവവചനം എന്റെ ജീവിതത്തിലും ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്ലീസ്. കാരണം എന്റെ ജീവിതത്തിലും ചില ഏറിയകൾ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അവിടെയും മാറ്റം കൊണ്ടുവരാൻ ഈ വചനം എന്നെ തന്നെ ഓർപ്പിക്കും. ഇരുവായ്ത്തലയുള്ള വാളാണ്. കറക്റ്റ് ചെയ്ത് and you will see mighty blessing in your life. 2026 നമുക്ക് let us be blessed together, let us be prosperous together, let us be successful together. നമുക്ക് ഒന്നിച്ച് അനുഗ്രഹിക്കപ്പെടാം, ഒന്നിച്ച് ഉയർച്ച പ്രാപിക്കാം. So God bless you and share the video also. ഷെയർ ചെയ്യണം. Let it be a blessing to many people. അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. അതുപോലെ സ്റ്റാർസ് അയക്കുന്നവരുണ്ട്. അവർക്കെല്ലാമായിട്ട് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഷെയർ ചെയ്യണം. That's a great blessing. And we are also becoming the part of the gospel when we share a program, when we share a sermon. നിങ്ങൾ ഈ ടുഗദർ വിത്ത് ജീസസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ യു ആർ ഓൾസോ ബിക്കമിങ് ദ പാർട്ട്. ഞാൻ മാത്രമല്ല, നമ്മൾ ഒന്നിച്ച വി ആർ മിനിസ്റ്ററിംഗ് ടുഗദർ. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. വീക്കെൻഡാണ്. നാളെ സഭാ യോഗം ഉപേക്ഷിക്കരുത്. എവിടെയാണെങ്കിലും നിങ്ങൾ കൂട്ടായ്മയിൽ കടന്നു പോകണം. ഈ സൺഡേ എന്ന് പറയുമ്പം ഞാൻ പോകുന്നത് ഐ ഗോ ടു സെലിബ്രേറ്റ്. ഞാൻ ആഘോഷിക്കാനാണ് ഞാൻ പോകുന്നത്. അവിടെ കർത്താവ് ചെയ്തതൊക്കെ ഒന്ന് ഘോഷിച്ച് അങ്ങനെ ആഘോഷിക്കാൻ ഞാൻ പോകുകയാണ്. സോ നാളെ ലെറ്റ് ഇറ്റ് ബി എ ഗ്രേറ്റ് സെലിബ്രേഷൻ. നാളത്തെ ഞായറാഴ്ച വലിയ സെലിബ്രേഷനായി മാറട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.